Hi, I am Kiran R, Assistant Professor, Srinarayana Institute of Technology, Adur. This is a video lecture of Fluid Machinery course for 4th semester Mechanical Engineering students. ഹായ്, ഇന്ന് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. ഡബിൾ ആക്ടിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എയർ അറ്റ് 103 kilo Pascal and 27 degrees Celsius is drawn in low pressure cylinder of a two-stage air compressor and is isentropically compressed to a 700 kilo Pascal. Air is then cooled at constant pressure to 37 degrees Celsius in an intercooler and is then compressed isentropically to 4 megapascal in a high pressure cylinder and delivered at this pressure. Determine the power required to run the compressor. It delivers 30 meter cube of air per hour measured at inlet condition. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ടു സ്റ്റേജ് എയർ കംപ്രസറാണ്. ടു സ്റ്റേജ് എയർ കംപ്രസർ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും മൾട്ടി സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ സെക്ഷനകത്തുള്ള പ്രോബ്ലമാണ്. ടു സ്റ്റേജ് എയർ കംപ്രസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആദ്യത്തെ ഇൻലെറ്റ് കണ്ടീഷനാണ് ആദ്യം സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എയർ അറ്റ് 103 kilo Pascal ആൻഡ് 27 degrees Celsius. കയറി വരുന്ന എയറിൻ്റെ പ്രഷർ തന്നിട്ടുണ്ട്. P1 103 kilo Pascal ആണ്. കയറി വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ T1 27 degrees Celsius ആണ്. ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അത് ആദ്യത്തെ ലോ പ്രഷർ സിലിണ്ടറിനകത്തോട്ട് കയറുന്നു. കംപ്രഷൻ നടക്കുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഴുതിയേക്കുന്ന ഫോർമുലയെല്ലാം പോളിട്രോപ്പിക് കംപ്രഷൻ്റെ ഫോർമുലയാണ്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ വരുമ്പോഴേക്ക് ഇക്വേഷൻ എല്ലാം സെയിം ആണ്. സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ എന്നിൻ്റെ അവിടെ ഗാമ വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു ഗാമ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ആൻഡ് ഈസ് ഐസെൻട്രോപ്പിക്കലി കംപ്രസ്ഡ് ടു 700 kilo Pascal. അപ്പം ആദ്യത്തെ ലോ പ്രഷറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 700 kilo Pascal ആണ്. ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്നത് 700 kilo Pascal ആണ്. അല്ലെങ്കിൽ P2 എന്ന് പറയുന്നത് 700 kilo Pascal ആണ്. അതിനുശേഷം അത് ഇൻ്റർകൂളറിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇൻ്റർകൂളറിൽ കൂടെ പാസ് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ 37 degrees Celsius ആണ്. അതിനുശേഷം രണ്ടാമത്തെ കംപ്രഷനും ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. ഔട്ട്പുട്ട് പ്രഷർ എന്ന് പറയുന്നത് P3 എന്ന് പറയുന്നത് 4 megapascal ആണ്. 4 megapascal ആണ്. ഹൈ പ്രഷർ സിലിണ്ടർ രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്രഷർ എന്ന് പറയുന്നത് 4 megapascal ആണ്. നമ്മുടെ അടുത്ത് വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേസിനകത്ത് നമുക്ക് ക്ലിയറൻസ് വോളിയത്തിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലിയറൻസ് വോളിയം ഒന്നും മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയത്തിൻ്റെ PV ഡയഗ്രാം വരച്ച് വേണം നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത കേസാണ്. അപ്പോൾ PV ഡയഗ്രാം വരച്ചു. അതിനകത്ത് സ്റ്റാർട്ടിങ് ആദ്യത്തെ കംപ്രഷൻ 1 to 2 മാർക്ക് ചെയ്തു. 1 to 2 to 2 to 2' എന്ന് പറയുന്നത് ഇൻ്റർകൂളറിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. 2' to 3 എന്ന് പറയുന്നത് രണ്ടാമത്തെ കംപ്രഷൻ. രണ്ട് കർവും വരച്ചു. ആദ്യത്തെ കർവ് 1 to 2 ലോ പ്രഷർ കംപ്രഷൻ. 2 to 2' എന്ന് പറയുന്നത് ഇൻ്റർകൂളറിൽ കൂടെ പാസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിട്ടുള്ള പ്രോസസ്സ്. അതിനുശേഷം 2-3 രണ്ടാമത്തെ കംപ്രഷൻ. അതിനുശേഷം ഡെലിവറിയാണ്. ഈ കേസിനകത്ത് ക്ലിയറൻസ് വോളിയം ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടിന്യൂസ് ജോയിൻ ചെയ്ത് എല്ലാ എയറും പുറത്തു പോകും. എല്ലാ എയറും പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ വോളിയം 0 ആണെന്നാണ് അർത്ഥം. അപ്പം വോളിയം 0 എത്തുന്നു. അതാണ് സ്ട്രെയിറ്റ് ലൈൻ ആക്സിസ് വരെ വന്ന് മുട്ടിയിരിക്കുന്നത്. അതിനുശേഷം 4 to 5 അടുത്ത സ്ട്രോക്കിനുള്ള പിസ്റ്റൺ റെഡി ആവുന്നതാണ്. 5 to 1 സെക്ഷൻ. 0 നിന്ന് വോളിയം V1 ഇൻക്രീസ് ചെയ്യുന്നു. 1 2 2-3 4 5 ഇതാണ് ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത കേസിൽ ഒരു ടു സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ PV ഡയഗ്രാം എന്ന് പറയുന്നത്. എല്ലാ ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത കേസിനകത്ത് 2 സ്റ്റേജ് ആയിട്ട് വരുന്ന എല്ലാ പ്രോബ്ലത്തിനകത്തും ഇത് തന്നെ ആയിരിക്കും PV ഡയഗ്രാം. താഴത്തെ
ആദ്യത്തെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ കംപ്രഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കും, രണ്ടാമത്തെ കംപ്രഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യത്തെ കംപ്രഷൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ WLP ആണ്, ലോ പ്രഷറിൻ്റെ വർക്ക് ഡൺ. രണ്ടാമത്തെ ഹൈ പ്രഷറിൻ്റെ വർക്ക് WHP. WLP പ്ലസ് WHP ആണ് നമുക്ക് ടോട്ടലായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ലോ പ്രഷറിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോ പ്രഷറിൻ്റെ പറയാം. ലോ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n/n-1 ഇൻറ്റു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ P1 V1. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണ്? 1 ആണ്. അപ്പോൾ അവിടുത്തെ പ്രഷറും അവിടുത്തെ വോളിയവും P1 V1 ഇൻറ്റു പ്രഷർ റേഷ്യോ. ഇവിടുത്തെ പ്രഷർ റേഷ്യോ എന്താണ്? ഔട്ട്പുട്ട് പ്രഷർ P2 ആണ്, ഇൻപുട്ട് പ്രഷർ P1 ആണ്. അപ്പോൾ P2/P1 റേസ് ടു n-1/n-1. അതാണ് ലോ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകൂടെ ഞാൻ പറയാം, n/n-1 ഇൻറ്റു ആദ്യത്തെ കണ്ടീഷൻ, അവിടുത്തെ ആ സിലിണ്ടറിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ P1 V1, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. P1 V1 ഇൻറ്റു പ്രഷർ റേഷ്യോ P2/P1 റേസ് ടു n-1/n-1. ഇനി രണ്ടാമത്തെ കംപ്രഷൻ വരുമ്പോഴേക്ക് അതിൻ്റെ ഇക്വേഷനും ഇതേപോലെ തന്നെ n/n-1 ഇൻറ്റു ആ കംപ്രഷൻ്റെ ഇനിഷ്യൽ കേസ് അവിടെയാണ് 2' ആണ് സ്റ്റാർട്ടിങ്. അപ്പം പ്രഷർ P2 തന്നെയാണ് 2' അപ്പോൾ പ്രഷറിനകത്ത് വ്യത്യാസമില്ല. P2 വോളിയത്തിനകത്ത് V2' ആണ്. V2' ആണ് സ്റ്റാർട്ടിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2' എന്നായതുകൊണ്ട് P2 V2' ഇൻറ്റു പ്രഷർ റേഷ്യോ, ഔട്ട്പുട്ട് പ്രഷർ P3, ഇൻപുട്ട് പ്രഷർ P2, P3/P2 റേസ് ടു n-1/n-1. അതാണ് ഹൈ പ്രഷറിൻ്റെ വർക്ക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ലോ പ്രഷറിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതി n/n-1 ഇൻറ്റു ആദ്യത്തെ കണ്ടീഷൻ P1 V1 ഇൻറ്റു P2/P1 റേസ് ടു n-1/n-1. രണ്ടാമത്തെ ഹൈ പ്രഷറിൻ്റെ n/n-1 ഇൻറ്റു P2 V2' ഇൻറ്റു P3/P2 ഇൻറ്റു n-1/n-1. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രഷറിൻ്റെ വർക്ക് പ്ലസ് ഹൈ പ്രഷറിൻ്റെ വർക്ക്. ഈ കേസ് ഐസെൻട്രോപിക് കംപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് n = γ 1.4. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്തെല്ലാം ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് തന്നെയാണ് 1.4. എന്നിൻ്റെ അവിടെ 1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഗിവൺ കണ്ടീഷൻ എഴുതാം. P1 എന്ന് പറയുന്നത് 103 kPa ആണ്. അതിനെ Nm/m² കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 103 × 10³ പാസ്കൽ. T1 തന്നേക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 273 + 27 300 കെൽവിൻ. P2 ഇൻ്റർമീഡിയറ്റ് പ്രഷർ തന്നേക്കുന്നത് 700 kPa ആണ്. അതിനെ Nm/m² കൺവേർട്ട് ചെയ്യുമ്പോൾ 700 × 10³ പാസ്കൽ. T2' ഇൻ്റർകൂളറിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലാക്കുമ്പോൾ 310 കെൽവിൻ. ഫൈനൽ ഡെലിവറി പ്രഷർ 4 MPa, അതായത് 4 × 10⁶ പാസ്കൽ. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം ലോ പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതാം. ലോ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/n-1 ഇൻറ്റു P1 V1 ഇൻറ്റു P2/P1 റേസ് ടു n-1/n-1 എന്നാണ്. ഈ ഇക്വേഷനകത്ത് n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് V1 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. പകരം V1 = 30 m³/h എന്ന് തന്നിട്ടുണ്ട്. 30 m³/h ആണ് തന്നേക്കുന്നത്. അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ 30/60 എന്ന് ചെയ്യുമ്പോൾ മിനിറ്റിലോട്ട് കൺവേർട്ടായി, ഇൻറ്റു 60 ചെയ്യുമ്പോഴേക്ക് സെക്കൻഡിലോട്ട് കൺവേർട്ടായി. 30/60 × 60 m³/s. ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് 2189.963 വാട്ട്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ലോ പ്രഷറിലെ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഇനി ഹൈ പ്രഷറിലെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. n/n-1 ഇൻറ്റു P2 V2' ഇൻറ്റു P3/P2 റേസ് ടു n-1/n-1. ഇതിനകത്ത് n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, V2' ക്വസ്റ്റ്യനിലില്ല, നമ്മൾ കണ്ടുപിടിക്കണം. P3/P2 രണ്ട് പ്രഷർ റേഷ്യോ, രണ്ട് ഡെലിവറി പ്രഷറും ഇൻ്റർമീഡിയറ്റ് പ്രഷറും തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ V2' കണ്ടുപിടിക്കണം. V2' കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്
നമ്മൾ ആദ്യം ഈ പേജിൻ്റെ ഫസ്റ്റ് എഴുതിയേക്കുന്നത് P1V1 ഈസ് ഈക്വൽ ടു MRT1 ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതി. അതിൽ നിന്ന് M ഈസ് ഈക്വൽ ടു P1V1/RT1. ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ കിട്ടും. P1 അറിയാം, V1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, R കോൺസ്റ്റൻ്റ് ആണ്, T1 ആദ്യത്തെ ടെമ്പറേച്ചറാണ്. എമ്മിൻ്റെ വാല്യൂ 9.969 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ നമുക്ക് വേണ്ടത് V2' ആണ്. അപ്പം V2' ഇക്വേഷൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ ആ കണ്ടീഷനകത്തോട്ട് ഐഡിയൽ ഗ്യാസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. P2V2' ഈസ് ഈക്വൽ ടു MRT2'. PV ഈസ് ഈക്വൽ ടു MRT എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് 2' എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തേക്കുവാണ്. P2V2' ഈസ് ഈക്വൽ ടു MRT2'. സോ V2' ഈസ് ഈക്വൽ ടു MRT2'/P2. അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ 9.969 ഇൻറ്റു 10⁻³ ഇൻറ്റു R കോൺസ്റ്റൻറ്റ് 287 ഇൻറ്റു T2' വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 310 കെൽവിൻ ഡിവൈഡഡ് ബൈ P2 700 ഇൻറ്റു 10⁻³ ആണ്. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 1.267 ഇൻറ്റു 10⁻³ m³/s കിട്ടും. ഇനി ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഇതിനകത്തോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V2' വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ n/n-1 അവിടെ 1.4/1.4 - 1 ഇൻറ്റു P2 അവിടെ 700 ഇൻറ്റു 10⁻³ ഇൻറ്റു V2' ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ 1.267 ഇൻറ്റു 10⁻³ ഇൻറ്റു P3/P2 4 ഇൻറ്റു 10⁻⁶/700 ഇൻറ്റു 10⁻³ റേസ് ടു n-1/n അവിടെ 1.4 - 1/1.4. അപ്പോൾ നമുക്ക് 2003.45 വാട്ട്സ് കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രഷർ വർക്ക് ഡൺ പ്ലസ് ഹൈ പ്രഷർ വർക്ക് ഡൺ രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 4193.42 വാട്ട്സ് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് ടോട്ടൽ വർക്ക് ഡൺ ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത കേസിലെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. താങ്ക് യു.